പ്രിയങ്ങളെ, ഇന്ന് വീട്ടുവിശേഷങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ഞാനങ്ങ് എടുക്കുകയാണ്. റോഡിലെ ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഡിസംബർ 20. സിനിമാ പ്രേമികളായ ഒരു വ്യക്തികൾക്കും ഇന്നത്തെ ഈ നഷ്ടം കുറച്ചെങ്കിലും നോവ് സമ്മാനിക്കാതിരിക്കില്ല. കാരണം അത്രയേറെ വലിയൊരു മഹാപ്രതിഭയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീനിവാസൻ എന്ന ഒരു ഇതിഹാസം അവസാനിക്കൂ. മലയാള സിനിമ ഈ ഭൂമിയിൽ എന്ന് അവസാനിക്കുന്നു അന്ന് വരെ ശ്രീനിവാസൻ എന്ന ഒരു പേരുണ്ടാവും അല്ലേ. നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല, കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ എത്ര സിനിമകളാണ് അദ്ദേഹത്തിലൂടെ നമ്മൾ കണ്ടു തീർത്തത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു 80കളിലൊക്കെ ജീവിച്ചവർക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ സിനിമകളില്ലാത്ത ഒരു കുട്ടിക്കാലം ഉണ്ടാവില്ല. നടൻ എന്നതിലുപരി തിരക്കഥാകൃത്തും സംവിധായകനും നാടക രചയിതാവുമൊക്കെയായി പല മേഖലകളിൽ ഒന്നുപോലെ പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ സന്തോഷിപ്പിച്ചതും എന്നെ കരയിച്ചതും എന്നെ ചിന്തിപ്പിച്ചതുമായ സിനിമകളുണ്ട്. നല്ല ഓർമ്മകൾ സമ്മാനിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ 20 സിനിമകൾ, ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന 20 സിനിമകളുടെ പേര് ഞാനിവിടെ പറയാം. നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്നും തീരാത്ത ഒരു നഷ്ടം സമ്മാനിച്ച ഈ ദിവസം ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ സിനിമകൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഓർമ്മകളും കമന്റ് ചെയ്യുക കേട്ടോ. അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഏത് രീതിയിലുള്ളതാണ് മനസ്സിലിടം പിടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബ ചിത്രമായിരുന്നു മിഥുന്. പിന്നെ ഗോളാന്തര വാർത്ത, അതിനൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. വടക്കുനോക്കി യന്ത്രം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, വെള്ളാനകളുടെ നാട്, സന്ദേശം, പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, അഴകിയ രാവണൻ, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, ഒരു മറവത്തൂർ കനവ്, മഴയത്തും മുൻപ്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, തലേണ മന്ത്രം, ഉദയനാണ് താരം, കഥ പറയുമ്പോൾ, അയാൾ കഥ എഴുതുകയാണ്, ചന്ദ്രലേഖ, ചിന്താവിഷ്ടയായ ശ്യാമൾ. ഞാൻ എഴുതി വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് ഭയങ്കര ഓർമ്മശക്തി ആയതുകൊണ്ട് ഒന്നും തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് എഴുതി വെച്ചതാണ്. രോഗത്തോടും വേദനകളോടും ഒക്കെ മല്ലിട്ട് അദ്ദേഹം വളരെയേറെ സ്ട്രോങ് ആയിട്ട് ഇത്രയും നാൾ ജീവിച്ചു. എന്നെപ്പോലുള്ളവരൊക്കെ ഈ സിനിമകളിലൂടെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ വേർപാട് ഇത്രയധികം നോവ് സമ്മാനിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും സഹപ്രവർത്തകർക്കും ഒക്കെ എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നുണ്ടാവും. അവരുടെ എല്ലാം മനസ്സിന് സമാധാനം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.